ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു രാത്രിയും ഏതാനും മണിക്കൂറുകളും കാത്തിരുന്ന് അവസാനം അപ്ഡേറ്റ് ഇതാ വന്നിരിക്കുന്നു. 2025 ഈ ഫുട്ബോളിൽ നിന്നും 2026 അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. നമുക്കത് ഓപ്പൺ ചെയ്ത് ആദ്യം തന്നെ റീജിയൻ സെലക്ട് ചെയ്യുന്നതാണ്. പലരും തുർക്കി, ജപ്പാൻ, ബ്രസീൽ പോലുള്ള റീജിയൻസാണ് ഇട്ടേക്കുന്നത്. അത് ഇടുന്നതിനുള്ള ബെനഫിറ്റ്സും അതിടുന്നതിനുള്ള കുഴപ്പങ്ങളും എല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് പോകാം. ആദ്യം അത് കഴിഞ്ഞ് ഗെയിമിലേക്ക് എൻ്റർ ആകുന്നതിന് മുമ്പ് വീണ്ടും ഒരു അപ്ഡേറ്റ് കാണിക്കുന്നുണ്ട്. 28 MB ആണ് വരുന്നത്. ഡൗൺലോഡ്. അങ്ങനെ അതാ ഡൗൺലോഡായി കഴിഞ്ഞു. നമ്മുടെ ഈ ഫുട്ബോൾ 2026 അക്കൗണ്ട് ലോഗിൻ അയക്കുന്നു. റിവാർഡ്സ് ഒക്കെ ഒരുപാടുണ്ട്. ഡെയിലി ചാൻസ് ഇന്ത്യ ഉണ്ട്. ഗെയിം പ്ലാൻ ഇഷ്യൂസ് ആണ് കണ്ടുവരുന്നത്. ആദ്യം തന്നെ നമുക്ക് ഡെയിലി ഗെയിം സെറ്റ് ചെയ്യാം. ഞാനെപ്പം ലോഗിൻ ചെയ്താലും ഡെയിലി ഗെയിമാണ് ആദ്യം നോക്കുന്നത്. 25 പോലെ തന്നെ സെയിം ഡെയിലി ഗെയിമിൻ്റെ ഗ്രാഫിക്സും ഡിസൈൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. കണ്ടിന്യൂ. ഈ വട്ടം ഹോം പേജിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അക്കാഡമി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് മുകളിലായിട്ട് വന്നത്. ഇപ്പം മിഷൻ താഴെയാണ് കിടക്കുന്നത്. ബാക്കി മാച്ച്, മൈ ടീം, കോൺട്രാക്ട് എല്ലാം ഡെയിലി ഗെയിം എല്ലാം സെയിം നമ്മുടെ പഴയ പോലെ തന്നെ. കോൺട്രാക്ട് ഓപ്പൺ ആക്കി നോക്കാം നമുക്ക്. പിന്നെ മെസ്സിയുടെ ഒരു ഫ്രീ പാക്കാണ് കിടക്കുന്നത്. മെസ്സിയുടെ നല്ലൊരു കാർഡ് തന്നെ അവർ ഈ വട്ടം ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം പോലെ ഈ വട്ടവും ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡ് തന്നെയാണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. 37 വയസ്സുള്ള കാർഡാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ക്രിയേറ്റീവ് പ്ലേ മേക്കർ. മെസ്സി ആദ്യം എടുക്കാം. ഈ വട്ടം ഗ്രാഫിക്സിന് വലിയ മാറ്റം തന്നെയാണ് വരുത്തിയിരിക്കുന്നത്. നല്ലൊരു എൻട്രി തന്നെയാണ് മെസ്സിക്ക് ഈ വട്ടം നൽകിയിരിക്കുന്നത്. കൊള്ളാം, അതെന്തായാലും നന്നായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കൊണാമി നമുക്കായിട്ട് തന്ന പാക്കുകൾ നോക്കാം. 1800 കോയിൻ്റെ മെസ്സിയുടെ പാക്കും 1800 കോയിൻ്റെ യമാലിൻ്റെ പാക്കുമാണ്. കഴിഞ്ഞ വട്ടം മെസ്സിയുടെയും നെയ്മറിൻ്റെയും പാക്കാണ് കൊണാമി നമുക്ക് തന്നിരുന്നത്. ഈ വട്ടം മെസ്സിയുടെയും യമാലിൻ്റെയും പാക്കാണ് തന്നേക്കുന്നത്. നമുക്ക് നോക്കാം. മെസ്സിയുടെ പാക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ആദ്യം. മെസ്സിയുടെ പാക്കിൽ മുഹമ്മദ് സലാ, ഡിബ്രൂനി, ലെവൻഡോസ്കി തുടങ്ങിയ 10 പ്ലെയേഴ്സ് ഉണ്ട്. അതുകൂടാതെ മെസ്സിയുടെ 2026 എഡിഷൻ ABC എന്ന് പറയുന്ന 3 ഐക്കൺസ്, അത്യാവശ്യം നല്ല കിടിലം ഐക്കൺസ് ആണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അവതാർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, മെസ്സിയുടെ തന്നെ എഡിഷൻ. പിന്നെ മെസ്സിയുടെ ഒരു ജേഴ്സി എഡിഷൻ ഉണ്ട്, സ്റ്റേഡിയത്തിൻ്റെത് മെസ്സിയുടെ. പിന്നെ അത് മെസ്സിയുടെ സ്റ്റാറ്റു നല്ലൊരു വൃത്തിയായിട്ട് ഈ വട്ടം ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം നമുക്കതൊന്നും ഇല്ലായിരുന്നു. ഈ വട്ടം സ്റ്റാറ്റു വരെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. മെസ്സിയുടെ പാക്ക് അത്യാവശ്യം നല്ലൊരു പാക്ക് തന്നെയാണ്. എല്ലാം നല്ല പ്ലെയേഴ്സ് തന്നെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് യമാലിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ യമാലിൻ്റെ പാക്കിൽ പെഡ്രി, പാൽവോയ്ക്ക് തുടങ്ങിയ 10 പ്ലെയേഴ്സ് യമാലിൻ്റെ പാക്കിലും ഉണ്ട്. കൂടാതെ യമാലിൻ്റെയിലും ABC എന്ന് പറയുന്ന 3 ഐക്കണും അവതാർ ബാക്ക്ഗ്രൗണ്ടും യമാൽ എഡിഷനായിട്ടുള്ള ഒരു ജേഴ്സിയും സ്റ്റേഡിയവും പിന്നെ ഗോൾഡൻ സ്റ്റാറ്റുവും യമാലിൻ്റെ ഫേസ് വെച്ചിട്ടുള്ള ഒരു ഗോൾഡൻ സ്റ്റാറ്റുവാണ്. കൊള്ളാം. മെസ്സിയുടെ ആ ഒരു സ്റ്റാറ്റുവിനേക്കാളും അത്യാവശ്യം നല്ലൊരു സ്റ്റാറ്റു തന്നെയാണ് യമാലിൻ്റെ കൊടുത്തിരിക്കുന്നത് ഈ വട്ടം. പിന്നെ 2 പാക്കും കൂടി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ യമാലിനേക്കാളും മെസ്സിയുടെ പാക്ക് തന്നെ ആയിരിക്കും. 1800 കോയിൻ കൊടുത്ത് എടുക്കുന്നതാണല്ലോ. കുറച്ചുകൂടി ബെറ്റർ മെസ്സിയുടെ പാക്ക് തന്നെ ആയിരിക്കും. ഞാൻ എന്തായാലും പർച്ചേസ് ചെയ്തിട്ടില്ല. പർച്ചേസ് ചെയ്തിട്ട് അതിനുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കാം. അടുത്തതായി നമുക്ക് ഡെയിലി ഗെയിമിൽ ആഡ് ആക്കിയിരിക്കുന്ന കാർഡ് നോക്കാം. എഡൻ ഹസാർഡിൻ്റെ ആണ്.
ഡെയിലി ഗെയിമിൽ ആഡ് ആക്കിയിരിക്കുന്നത്. അതെന്തായാലും ഫസ്റ്റ് ലാപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അസാഡിനെ കിട്ടുന്നതായിരിക്കാം. അതുപോരാതെ ഡെയിലി ഗെയിമിൽ ഈ വട്ടം ആഡ് ചെയ്തിരിക്കുന്നത് ഫ്രാങ്ക് റൈക്കാർഡിൻ്റെ ഡബിൾ ബൂസ്റ്റർ എപ്പിക് കാർഡ് DMF, നല്ലൊരു കാർഡ് തന്നെ ഈ വട്ടം ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം നമുക്ക് 3-4 എപ്പിക് പാക്കുകൾ ഉണ്ടായിരുന്നു ഡെയിലി ഗെയിമിൽ. ടോണി ആഡംസ് പോലെ, സെർജീനോ പോലെ, പിന്നെ നമുക്കൊരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു. ഈ വട്ടം അതൊന്നുമില്ല, ഫ്രാങ്ക് റൈക്കാർഡിൻ്റെ മാത്രം എപ്പിക്കാണ് വന്നിരിക്കുന്നത്. ആങ്കർമാൻ, ഓ മൈ ഗോഡ്, ആങ്കർമാൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ആങ്കർമാൻ എല്ലാവർക്കും ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന എല്ലാവർക്കും അത്യാവശ്യപ്പെട്ട ഒരു കാർഡ് തന്നെയാണ് ആങ്കർമാൻ്റെ ഒരു കാർഡ് കിട്ടുക എന്നുള്ളത്. ഈ വട്ടം കൊണാമി അത് ഫ്രീ ആയിട്ട് നമുക്ക് ഡെയിലി ഗെയിമിൽ ആങ്കർമാൻ്റെ കാർഡ് തന്നിട്ടുണ്ട്. അതും ഫ്രാങ്ക് റൈക്കാർഡിൻ്റെ ഡബിൾ ബൂസ്റ്റർ കാർഡ് തന്നെയാണ് തന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ്. ലോങ് ബോൾ എക്സ്പേർട്ട്, ലോങ് റേഞ്ചർ കാർഡാണ്. അതുകൂടാതെ 4 പ്ലേയേഴ്സിനെയും കൂടി കൊണാമി ഡെയിലി ഗെയിമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണം ഷോർട്ട് ടൈം കാർഡാണ്, കോക്കുവിൻ്റെ CMF കാർഡ്. ബോക്സ് ടു ബോക്സ് കാർഡ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ബൂസ്റ്റർ ഷോർട്ട് ടൈം കാർഡാണ്. ഈ വട്ടം കൊണാമി വളരെ കുറച്ച് കാർഡുകളാണ് നമുക്ക് ഡെയിലി ഗെയിമിൽ ഇറക്കി തന്നിരിക്കുന്നത്. കുറച്ചുകൂടി കാർഡുകൾ കൊണാമിക്ക് ആഡ് ആക്കായിരുന്നു, പക്ഷേ നിലവിൽ നമുക്ക് ഇത്രയും പാക്കുകളെ തന്നിട്ടുള്ളൂ. മേ ബി ഇനി വരാം. അതുകൂടാതെ നമുക്ക് കഴിഞ്ഞ വട്ടം ദ്രോഗ്ബയുടെ കാർഡാണ് ഡെയിലി ഗെയിമിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ വട്ടം അത് മാറ്റിയത് റൗളിൻ്റെ നല്ലൊരു SS കാർഡാണ് കൊണാമി തന്നിരിക്കുന്നത്. റൗളിൻ്റെ ഡമ്മി റണ്ണറാണ്. ഡമ്മി റണ്ണർ അൺഫേവറിങ് ഫോമാണ്, കുഴപ്പമില്ല അത്യാവശ്യം. പിന്നീട് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളെ ഷോപ്പാണ് നോക്കേണ്ടത്. കോയിൻസ് കാര്യങ്ങളിൽ ഓഫേഴ്സ് ഉണ്ട്. 250 കോയിനിൽ നമുക്ക് മൊറീനോയുടെ നല്ലൊരു ഡബിൾ ബൂസ്റ്റർ എപ്പിക് മാനേജർ പാക്കാണ് കിട്ടുന്നത്. വിത്ത് അതിൻ്റെ കൂടെ 150 കോയിനും നമുക്ക് ആഡായി കിട്ടുന്നുണ്ട്. 50 രൂപയ്ക്ക് 50 കോയിനും വിത്ത് ഒരു LB പ്ലെയറിനെയും ഈ വട്ടം തന്നിട്ടുണ്ട്. കൂടാതെ വാൻഡസ്റ്റർ റോയുടെ നല്ലൊരു കാർഡും ആഡ് ചെയ്തിട്ടുണ്ട്. 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 100 കോയിനും വാൻഡസ്റ്റർ റോയുടെ നല്ലൊരു കാർഡും എപ്പിക് ഡബിൾ ബൂസ്റ്റർ കാർഡും അവർ തന്നിട്ടുണ്ട്. പിന്നെ ബാക്കി കോയിൻ പർച്ചേസ് എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. 130, 240 എല്ലാം സെയിം തന്നെയാണ്. അതിലൊന്നും വലിയ ഓഫേഴ്സോ കാര്യങ്ങളോ മാറ്റങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല. മിഷൻസിൽ കുറച്ച് പാക്ക് കാര്യങ്ങൾ കിടപ്പുണ്ട്. അതിൽ തന്നെ മിഷനിൽ നമ്മൾ കളിച്ച് വരുമ്പോൾ റൂബാനോയുടെ നല്ലൊരു മാനേജർ പാക്കുണ്ട്. പോർച്ചുഗൽ മാനേജർ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ കാർഡാണ്. ഔട്ട് വൈഡാണ്. കഴിഞ്ഞ വട്ടം ക്വിക്ക് കൗണ്ടറാണ് റൂബൻ്റെ നമുക്ക് തന്നിരുന്നത്. ഈ വട്ടം ഔട്ട് വൈഡ് കാർഡാണ്, ഔട്ട് വൈഡ് മാനേജർ കാർഡാണ് തന്നിരിക്കുന്നത്. അതും 89 ഡബിൾ ബൂസ്റ്റർ 40 വയസ്സിലെ കാർഡ്. നല്ലൊരു മാനേജർ പാക്കാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഗായ്സ് കൊണാമി ഈ വട്ടം കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ. മാച്ചിലേക്ക് ഈ വട്ടം ടീം പുകയൊക്കെ ഉണ്ട് കേട്ടോ ഗോൾ അടിക്കുമ്പോൾ. ഞാൻ നോക്കിയിട്ടില്ല, നോക്കാം. ഇത്രയൊക്കെ തന്നെയാണ് കൊണാമി ഈ വട്ടം നമുക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ. അത്യാവശ്യം നല്ലൊരു മാറ്റങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ഗെയിം കളിച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം, അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടാവും. സോ വി ആർ എൻറ്റേർഡ് ഇൻ eFootball 2026 ഗായ്സ്. മോർ വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ ഗായ്സ്.